അതായത് ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയർത്തിയാലോ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലോ ഉടനെ തന്നെ ദുരാരോപണം ഉയർത്തി പ്രതിരോധിക്കലാണ് പതിവ്, അല്ലേ? അതെ, എക്സാക്ട്ലി അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മളൊരു പ്രശ്നങ്ങൾ പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവർ ശ്രദ്ധയോടെ കേട്ട് അതിൻ്റെ താല്പര്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പരാതികളേ ഇല്ല. അത് ആ സമയത്ത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് പിന്നെ ഇത് അതിൻ്റേതായ സമയമെടുക്കും, സർക്കാർ കാര്യം മുറ പോലെയാണ്, അതങ്ങനെ അതിൻ്റേതായ ഡിലേ ഉണ്ടാവില്ലേ, അത് വളരെ അഡ്വാൻസായിട്ട് തരണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ നമ്മളെ തിരിച്ച് ചോദ്യം ചെയ്യുന്നതല്ലാതെ അത് ശ്രദ്ധയോടെ കേൾക്കാനോ അത് അതിനനുസരിച്ച് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാനോ അല്ല അവർ ശ്രമിക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ നമ്മളിപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയത് അങ്ങനെയല്ല ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാനുള്ളത്. നമ്മളത് അധികാരികൾ വഴി നേടിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ എനിക്കത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നത്. ഇനി എത്ര വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെയും കൂടെ വീഴ്ചയാണല്ലോ. എനിക്ക് 2031 വരെ സർവീസ് ഉണ്ട്. അത് ഇനി 5 വർഷം സർവീസ് ഉണ്ട്. താങ്കൾ ഈ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടപ്പെടുമെന്നോ ഏതെങ്കിലും തരത്തിൽ മറ്റാരോപണങ്ങൾ ഉന്നയിച്ച് താങ്കളെ ബുദ്ധിമുട്ടിക്കുമെന്നോ താങ്കൾക്ക് ഭയമുണ്ടോ? ഭയം ഉണ്ടാവണമല്ലോ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല. എനിക്കത് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമുക്കത് ഇപ്പം അതായത് എനിക്ക് മനസ്സിലാവുന്നു ഡോക്ടറുടെ നിസ്സഹായാവസ്ഥ. അതായത് ആവശ്യം വേണ്ടുന്ന പ്രോബ് പോലെയുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന യുദ്ധക്കളത്തിൽ ആയുധങ്ങളില്ലാതെ നിസ്സഹായനായി പോകുന്നൊരു പടയാളിയെ പോലെ ആയിത്തീരുകയാണ് ഡോക്ടർ അടക്കമുള്ള സമൂഹം, അല്ലേ? പലപ്പോഴും അങ്ങനെയാണ് സാർ. നമ്മൾ ഈ പേഷ്യൻറ്റിനെ നമുക്ക് അതിന് എപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഓരോ വർഷവും നമ്മൾ അത് ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യും. ആ തെറ്റുകൾ കുറയ്ക്കാനും എൻ്റെ റിസൾട്ട് മെച്ചപ്പെടുത്താനും വേണ്ടി ഓരോ വർഷവും അത് മെച്ചപ്പെട്ട് വരികയാണ്. അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ ഓപ്പറേഷനുകൾ ചെയ്യുന്നത്. പക്ഷേ അതിന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അത് ഇതിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ അവർ നമ്മളിത് പറയും പണ്ട് നേരത്തെ വാങ്ങിച്ചു തന്നില്ലേ, നേരത്തെ 2 കോടി മുടക്കിയില്ലേ, നേരത്തെ അത്ര ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ് നേരത്തെ നമ്മളെ കൗണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നമുക്ക് ആവശ്യമുള്ള എന്താണ് സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വാങ്ങിച്ചു തന്നിരുന്നില്ലേ, നേരത്തെ അത് ചെയ്തില്ലേ, ഇത്ര രൂപ മുടക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് ആ ഒരു ബാലിശമായിട്ടുള്ള ചോദ്യം, അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. ഈ ഡോക്ടർ മിനിസ്റ്ററെ നേരിട്ട് കണ്ടിരുന്നോ PS അല്ലാതെ? ഞാൻ സാറേ എൻ്റെ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പോയി എങ്ങനെ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മിനിസ്റ്റർമാരെയോ നേരിട്ട് കാണുന്ന സ്വഭാവവുമില്ല. എന്നെ അന്ന് PS വിളിപ്പിച്ചത് അദ്ദേഹം എന്നെ ഒരു കാര്യത്തിലെ അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. അല്ലാതെ ഞാൻ വേറെ ഒരു കാര്യത്തിനും ഞാൻ അങ്ങനെ സെക്രട്ടേറിയറ്റിലേക്ക് കയറി പോകുന്ന ആളല്ല. സെക്രട്ടേറിയറ്റിൽ പോയി അങ്ങനെ കാര്യങ്ങൾ സാധിക്കുന്ന ആളുമല്ല. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഒന്നും പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഈ സെക്രട്ടേറിയറ്റിൽ എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും എവിടെ ആണെന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ PS കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചതല്ലേ? അദ്ദേഹത്തിന് അന്ന് അത് വളരെ മിതമായ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറോളം അദ്ദേഹത്തിനായിട്ടുണ്ടായിരുന്നു. അന്നത്തെ പ്രിൻസിപ്പലാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു രോഗി വന്നപ്പോൾ ഞാനെന്തോ അവരെ വഴക്ക് പറഞ്ഞെന്നോ അവരുമായിട്ട് ശകാരിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. അപ്പോൾ അത് സത്യത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല സംഭവം. അത് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി. ഞാനത് അവിടെ ചെന്ന് വിശദീകരിച്ച് കൊടുത്തു. പക്ഷേ അത് പെട്ടെന്ന് അതൊരു 10 മിനിറ്റിനകത്ത് ആ ചർച്ച തീർന്നു. അത് ആ രോഗി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വളരെ സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതല്ല, അദ്ദേഹത്തിനായിട്ട് ഞാൻ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് ബാക്കി ഇതെന്തുകൊണ്ടാണ് ഓപ്പറേഷൻ താമസം വരുന്നതെന്നും അവിടെ നിന്ന് ഞാൻ ഈ വിശദ കാര്യങ്ങളെല്ലാം അന്ന് ആ സമയത്തുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് അവിടെ ഇരുന്ന്. അന്ന് ലിനറ്റ് മാഡം ആണ് പ്രിൻസിപ്പൽ. മാഡത്തിൻ്റെ പ്രസൻസിലാണ് ഇതെല്ലാം മാഡം സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. സാറത് വളരെ താല്പര്യത്തോടുകൂടി കേട്ടു എന്നുള്ളതാണ്. സാർ ഇങ്ങനെ ചോദ്യം ചെയ്യാനാണ് വിളിച്ചതെങ്കിലും അപ്പോൾ സാർ അവസാനം പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം, ഡോക്ടർ സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്,
അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഇത് പിന്നെ ഇത്രയും ഉപകരണങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ എന്താണ് ESWയിൽ എന്താണ് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നേരെ അവിടെ വെച്ച് തന്നെ അദ്ദേഹം സൂപ്രണ്ട് സുനിലിനെ നേരിട്ട് വിളിച്ചിട്ട്, എന്താ സുനിലെ ഇത് എന്താണ് താമസം വരുന്നത്, അത് പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു നമ്മുടെ പ്രശസ്തമായ സ്ഥാപനമല്ലേ, തലസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജല്ലേ, നമ്മുടെ രോഗികളും കൂടെ അവിടെ പോകേണ്ടതല്ലേ എന്നൊക്കെ ഇതേ വാചകങ്ങൾ ഇതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് കൂട്ടിച്ചേർത്തതൊന്നുമല്ല, ഇതേ വാചകങ്ങളാണ് അദ്ദേഹം അന്ന് പുള്ളിയോട് പറഞ്ഞത്. അപ്പം എത്ര കാലം മുമ്പാണ് സംഭവിച്ചത്? ഇതുപോലെ അദ്ദേഹം അന്ന് താല്പര്യത്തോട് ആ സമയം എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. അത് എനിക്ക് ഞാനത് പിന്നെ ഒരു ഉദ്ദേശം 8 മാസം 9 മാസത്തിന് മുമ്പ് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത് സൂപ്രണ്ടിനെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അത് ഗൗരവത്തിലെടുത്തില്ല. ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊന്നും ആ പ്രശ്നങ്ങളൊന്നും പരിഹൃതമായിട്ടില്ല. അപ്പോൾ അത് അതിനകത്ത് പിന്നെയും ആ പ്രശ്നങ്ങൾ അന്ന് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നുവോ ആ പ്രശ്നങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി നേരിടേണ്ടി വരുമെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ ഡോക്ടർ? അല്ലാതെ തീർച്ചയായിട്ടും നടപടികളുണ്ടാവുമല്ലോ. അത് ഞാൻ ഒരുപാട് നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതും ഇതുപോലെ മീഡിയയെ അഭിമുഖീകരിക്കുന്നതൊന്നും സുപ്പീരിയർ ഓഫീസറുടെ അനുവാദത്തോടുകൂടിയല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നടപടികളുണ്ടാവും. പക്ഷേ ഇത് മറ്റു വഴികളില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങേക്ക് പിന്തുണയുമായി KGMCT അടക്കമുള്ള സംഘടനയുമുണ്ട്, ഡോക്ടർമാരുമുണ്ട്. അത് പരമാർത്ഥമാണ്. മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴാണ് ഞാൻ ഇത് മാർഗം സ്വീകരിച്ചത്. മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ